ഇനി ഒരു ചോദ്യം വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ചോദ്യം? വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഡിഫൈൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്, എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതൊക്കെ തന്നെ ചോദ്യം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്താ? മലയാളത്തിൽ അങ്ങോട്ട് കാച്ചി കൊടുത്തോളൂ. എന്ത് പറയാ? ഒരു പൗരൻ അവന്റെ രാജ്യം നൽകുന്ന അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ രാജ്യത്തുള്ള ഏത് പൗരന്മാർക്കും തുല്യമായിട്ട് ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവർക്ക് അത് കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ രാജ്യത്തിനുണ്ട്. അത് നേടിയെടുക്കാൻ ഒരിക്കലും അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ അതിനെതിരായിട്ട് നമുക്ക് കോടതികളും മറ്റു കാര്യങ്ങളും ഉണ്ട് നമ്മുടെ മൗലിക അവകാശങ്ങൾ നേടിത്തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു പൗരൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അവന്റെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അവന്റെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശം എന്താണ്? റൈറ്റ് ടു ദ ഈക്വാലിറ്റി. റൈറ്റ് ടു ദ ഈക്വാലിറ്റി നമ്മൾ പറഞ്ഞില്ലേ? റൈറ്റ് ടു ദ ഈക്വാലിറ്റി എന്താണ്? തുല്യത, സമത്വത്തിനുള്ളത് നമ്മൾ ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്തോ. അതുപോലെ റൈറ്റ് ടു ദ ഫ്രീഡം. റൈറ്റ് ടു ദ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെ. അടുത്ത് നമ്മൾ എന്താ അവിടെ പഠിപ്പിച്ചത്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾക്കെതിരുള്ള. അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞെന്നോ? ചെവിയിലുണ്ടോ? സോറി, തലയിലുണ്ടോ? അത് അവിടെ നിന്നോട്ടെ, കളയൊന്നും വേണ്ട. നമുക്ക് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾക്കെതിരെ നമുക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. അതേപോലെ നമ്മൾ പിന്നെന്താ പറഞ്ഞത്? റൈറ്റ് അഗെയിൻസ്റ്റ് ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇഷ്ടപ്പെട്ട മതം ചൂസ് ചെയ്യാൻ, മതം എടുക്കാനോ അവനവന്റെ മതം അവനവന് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാനോ, മറ്റുള്ള ആളുകളെ മതങ്ങളെ റെസ്പെക്ട് ചെയ്യാനുള്ള അവകാശം നേടിത്തരുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ നമുക്ക് കിട്ടി. 4ാമത്തത്. അങ്ങനെ നമ്മൾ 5ാമത്തെ എന്താ നോക്കിയത്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, വിദ്യാഭ്യാസപരമായിട്ടോ സാംസ്കാരികപരമായിട്ടോ ഉള്ള അവകാശങ്ങൾ. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് മക്കൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം, അടിസ്ഥാന വിദ്യാഭ്യാസം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധമായിട്ട് അവർക്ക് വിദ്യാഭ്യാസം വേണം. അത് നിഷേധിക്കാൻ പാടില്ല. അങ്ങനെ ആ ഒരു വിദ്യാഭ്യാസം നൽകുന്നതിന് നമ്മുടെ ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തായിരുന്നു? റൈറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് ഉള്ള അവകാശം. അതാണ് നമ്മൾ ഫൈനലി നോക്കിയത്. ഇങ്ങനെ 6 ടോപ്പിക്കുകൾ നമ്മൾ അങ്ങനെ നോക്കിയപ്പോൾ ഇത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠം. ഇത് തന്നെയാണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും വാട്ട് ഈസ് ഫണ്ടമെന്റൽ എന്ന് ചോദിച്ചാലോ, എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ ചോദിച്ചാലോ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദിച്ചാലോ ഉത്തരങ്ങൾ ഇവിടെ നിന്ന് തന്നെ എഴുതുക. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഇവിടുന്ന് മാത്രമാണെങ്കിൽ, റൈറ്റ് ടു ദ ഫ്രീഡം ആണ് ചോദിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക. ഫ്രീഡം അഗൈൻസ്റ്റ് കൺവിസ്റ്റ്, മറ്റു കാര്യങ്ങൾ, ഈക്വാലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഈക്വാലിറ്റീസ് എല്ലാം ഞാൻ പറഞ്ഞു തന്നു. അത് തന്നെ എഴുതുക. ഈക്വാലിറ്റി ചോദിക്കുകയാണെങ്കിൽ അത് മാത്രം എഴുതുക. അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം ചോദിക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഏത് ഭാഗം ചോദിച്ചാലും പിന്നെ നമ്മൾ അന്തം വിട്ടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത് എഴുതാനുള്ള ഉത്തരങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ ആ പെന്ന് വെച്ചിട്ട് പേപ്പറിൽ അങ്ങോട്ട് എഴുതിയെടുത്തോളൂ. ഇത്ര കാര്യം നമ്മൾ നോക്കേണ്ടുള്ളൂ. ഇനി പൊളിറ്റിക്കൽ സയൻസിൽ ഈ ക്വസ്റ്റ്യൻ വരില്ല എന്ന് ചിന്തിക്കേണ്ട, ഇത് എന്തായാലും വരും. മാത്രമല്ല ഇനി പൊളിറ്റിക്കൽ സയൻസ് ടഫ് ആണെന്നൊന്നും പറയേണ്ട, വളരെ എളുപ്പമാണ്, എഴുതിയെടുക്കാനൊക്കെ വളരെ ഈസിയാണ്.